നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവ കഥയാണ്. ഇത് നടന്നത് ഞാൻ ഒരു 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ എന്ന് വെച്ചാൽ ഒരു 11-12 വയസ്സ് പ്രായമുള്ള ഒരു സമയത്തായിരുന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എന്നും എല്ലാ മാസവും റേഷൻ കടയിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോപ്പ് കീപ്പർ സാധനങ്ങൾ അളന്ന് തരുന്ന സമയത്ത് എപ്പോഴും ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 50 ഗ്രാം എപ്പോഴും കുറവായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചതിലേക്ക് അത് ആക്സിഡൻഷ്യൽ ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരുന്നു അവർ സാധനങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പോ ഒരു തവണ ഞാൻ ചോദിച്ചു, ഇതെന്താണ് എപ്പോഴും ഇതില് മെഷർമെന്റ് എപ്പോഴും കുറവാണല്ലോ, എന്താ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ ആരാണ് കണക്ക് പഠിപ്പിച്ചതെന്ന്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നെ ആരാണ് കണക്ക് പഠിപ്പിച്ചതെന്നും ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നും. കാരണം റേഷൻ കടയുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയായിരുന്നു ഞാൻ അന്നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അവരെപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ തന്നെയായിരുന്നു അരി പിന്നെ കൊടുക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് എന്തായാലും അങ്ങനെയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്നത് ഒരുപാട് കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷം തന്നെയായിരുന്നു അത്. കാരണം ഞാൻ അന്നൊരു തെറ്റ് അയാളുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് പിന്നെ അയാൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇത് ഇത്രയും നാൾ കഴിഞ്ഞ് ഞാൻ ആ ഒരു ധൈര്യം ഇതുപോലെ തുറന്നടിച്ച് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാൻ എനിക്കറിയില്ല. അപ്പോൾ വളർന്നു വരുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ആരെങ്കിലും ചെയ്തതാണ്ട് നിങ്ങളത് ഉറപ്പായിട്ടും ചൂണ്ടിക്കാണിക്കണം, അത് ചെറുതായാലും വലുതായാലും. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഇതാണ്. ബൈ.